World Campus Connect, May 2nd, Kannur, Hotel Sky Pearl, May 3rd, Kozhikode Hysan Heritage. ഞാൻ ഇവിടെ ഇപ്പം വന്നത് എൻ്റെ സുഹൃത്താണ് നിസാർ മേത്ര. നിങ്ങൾക്കറിയാം, നമ്മുടെ സംസ്ഥാന ഭാരവാഹിയായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ബന്ധുവിൻ്റെ ഒരു വിവാഹമുണ്ട്, അതിൽ പങ്കെടുക്കാനാണ് ഉദ്ദേശിച്ചത്. ഇവിടെ ഈ പറയുന്നത് പോലെ അവൈലബിളായ ലീഡേഴ്സിനെ കാണാൻ പറ്റിയാൽ കാണും. ഇല്ല, തെരഞ്ഞെടുപ്പിന് എന്നെ സംബന്ധിച്ചിട്ട് ബേപ്പൂരിൽ നിന്ന് അനങ്ങാൻ പറ്റിയിട്ടില്ല. അത്രമാത്രം ടൈറ്റ് മത്സരമായിരുന്നു. എൻ്റെ ആത്യന്തികമായ ഉദ്ദേശം ഇപ്പം നിങ്ങൾ ഈ പറയുന്ന മുഹമ്മദ് റിയാസിനെ ആ ബേപ്പൂരിൻ്റെ ആ ബൗണ്ടറിയിൽ നിന്ന് പുറത്തേക്ക് വിടാതിരിക്കുക എന്നത് തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പിലെ രണ്ടാമത്തെ ലക്ഷ്യം. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ വലിയ മുന്നേറ്റം UDF ഉണ്ടാകുമെന്ന് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആണല്ലോ, 2 MLA-മാരാണ് കഴിഞ്ഞ 10-25 കൊല്ലമായിട്ട് കോഴിക്കോട് നിന്ന് UDF അവിടെ 8-10 MLA-മാർ ജയിക്കുമെന്ന് പറയുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായതിൻ്റെ ഒരു പ്രധാന കാരണം ബേപ്പൂരിൽ എൻ്റെ മത്സരമാണ്. കാരണം കോഴിക്കോട് ജില്ലയിലെ രാഷ്ട്രീയം, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം CPM-ൻ്റെത് ഏറ്റെടുത്തിരുന്നതും അത് നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തതും ശ്രീ മുഹമ്മദ് റിയാസായിരുന്നു. അവിടുത്തെ തെരഞ്ഞെടുപ്പിൻ്റെ സ്ട്രാറ്റജി, അവിടുത്തെ സോഷ്യൽ മീഡിയ, അവിടുത്തെ പ്രചരണം, അവിടെ പോസ്റ്റർ എങ്ങനെ അടിക്കണം, ബാനർ എങ്ങനെ വെക്കണം, ഏതൊക്കെ നേതാക്കന്മാർ വരണമെന്ന് തീരുമാനിക്കുന്നത് അതിലെ പണം ഇഷ്ടം പോലെ അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ട്. അതുകൊണ്ട് കോഴിക്കോട് ജില്ലയിലെ 13 സീറ്റും ഞാൻ ഏറ്റു എന്ന് സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയായ അദ്ദേഹം ഏറ്റെടുത്താണ് ആ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നത്. പക്ഷേ ബേപ്പൂരിലെ തെരഞ്ഞെടുപ്പിലേക്ക് ജനുവരിയോടുകൂടി ഞാൻ അവിടെ ഇറങ്ങിയതോട് കൂടിയിട്ട് അദ്ദേഹത്തിന് പുറത്തു പോകാൻ കഴിയാത്ത അവസ്ഥയായി. കോഴിക്കോട് ജില്ലയിലെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പോയിട്ട് പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. അപ്പോൾ ഇടതുപക്ഷം അവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു അറേഞ്ച്മെൻറ്റ്സ്, ഇലക്ഷൻ സ്ട്രാറ്റജി, അത് പൊളിഞ്ഞ് തവിട് പൊടിയായി. എന്ത് ചെയ്യണമെന്നറിയാതെ മറ്റ് 12 സ്ഥാനാർത്ഥികളും അന്തം വിട്ടൊരവസ്ഥയുണ്ടായി. ഇതിനെ നയിക്കേണ്ടിയിരുന്ന ഉത്തരവാദിത്തപ്പെട്ട ക്യാപ്റ്റൻ അങ്ങോട്ട് മുങ്ങാണ്, എന്നെക്കൊണ്ട് ഒന്നിനും സാധിക്കില്ല എന്ന് പറയുന്നത് എപ്പോഴാണ്? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥികളുടെ സ്ഥാനാർത്ഥിത്വം LDF ലീഡർഷിപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അത് നയിക്കാനുണ്ടായിരുന്ന കപ്പിത്താൻ മുങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ തിരിച്ചടിയാവാണ് കോഴിക്കോട് ജില്ലയിൽ. UDF അടിച്ചു കയറി ഇവരെ സംബന്ധിച്ച് ഇവർ അന്തം വിടുകയാണ്. എന്താ ചെയ്യേണ്ടത് എന്ന് പോലും അറിയാത്ത അവസ്ഥകൾ പല സ്ഥാനാർത്ഥികൾക്കും അവിടെ വന്നു. അതുകൊണ്ട് എനിക്ക് ബേപ്പൂര് വിട്ടിട്ട് വരാൻ സാധിച്ചിട്ടില്ല. അതൊരു വസ്തുതയാണ്. അല്ല, ഞങ്ങളൊരു ആശയത്തിലാണല്ലോ, ആൻറ്റി പിണറായിസത്തിലാണല്ലോ ഞങ്ങൾ നിൽക്കുന്നത്. ആ പിണറായിസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണല്ലോ അവരൊക്കെ മത്സരിച്ചിട്ടുള്ളത്. അല്ല, അല്ല അതൊക്കെ എന്താ പറയുക, നമുക്ക് പറയേണ്ടത് ഈ മധുസൂദനെ ആരെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഈ പിണറായി വിജയനെയാണല്ലോ. ആ മധുസൂദനെതിരെ അദ്ദേഹം സ്ഥാനാർത്ഥിയാവുക പറയുക മാത്രമല്ല, എന്താണ് അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം? അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം ഇവിടുത്തെ രക്തസാക്ഷികളുടെ ഫണ്ട് അതുപോലും കൊള്ളയടിക്കപ്പെട്ടു, അതിൻ്റെ കണക്കാണ് അദ്ദേഹം പറയുന്നത്. കേരളത്തിൽ ഉടനീളം പിണറായിസവും മരുമോനിസവും ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ട്രംപ് കാർഡാണെങ്കിൽ ഇവിടെ കണ്ണൂരിൽ ഈ 2 ഫാക്ടർ മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ജയരാജന്മാരുടെ വിഷയമുണ്ട്. 3 ജയരാജന്മാർ ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചതെന്നില്ല കണ്ണൂരിലെ പത്രമാധ്യമങ്ങൾക്കറിയാം. അവരെടുക്കുന്ന ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ടോ? അവരുണ്ടാകേണ്ടടുത്ത് ഉണ്ടായിട്ടില്ല. കാരണം അവരെ മാറ്റി നിർത്തിയിട്ടാണ്. ഞാനീ പറയുന്ന മരുമോനിസത്തിൻ്റെ ബാക്കി പത്രമാണ്. മലബാറിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരിപൂർണമായും മരുമകൻ്റെ കാൽക്കീഴിലാക്കാൻ എത്ര നേതാക്കന്മാരെയാണ് ഇവിടെ വെട്ടിനിരത്തിയത്? ആ വെട്ടിനിരത്തിയതിൻ്റെ ഒരു ഇഫക്റ്റ് ഏറ്റവും കൂടുതലുള്ള ഒരു ജില്ലയാണ് കണ്ണൂർ. അതും അവസാനിക്കില്ല. ഇവിടെ P. ശശി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പ്രശ്നമുണ്ട്. ഇവിടെ നടന്ന ഒരുപാട് രാഷ്ട്രീയ സംഘടനകളിൽ മരണപ്പെട്ടിട്ടുള്ള രക്തസാക്ഷികളായിട്ടുള്ള ഒരുപാട് സഖാക്കളുണ്ട്. അവരുമായി ബന്ധപ്പെട്ട കേസുകൾ ഈ P. ശശി അധികാരത്തിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയതിനു ശേഷം ഇവിടെ നടന്ന BJP, RSS, CPM സംഘടനത്തിൽ പ്രതികളാകപ്പെട്ട പ്രതി ചേർക്കപ്പെട്ടവരായ സഖാക്കൾ പോലും ഈ പീരീഡിൽ നടന്ന കേസിൽ ശിക്ഷിക്കപ്പെട്ടു എന്ന് ഇവിടുത്തെ രക്തസാക്ഷി കുടുംബങ്ങളിൽ ഇവിടെ ചർച്ചയുണ്ട്. അതോടൊപ്പം ഇവിടുന്ന് ശിക്ഷയില്ലാതെ കേസുകളിൽ CPM പ്രവർത്തകരെ വെറുതെ വിട്ട കേസ് അപ്പീലിൽ ഹൈക്കോടതിയിൽ ശിക്ഷിക്കപ്പെട്ടു എന്ന് ഈ പറയുന്ന രക്തസാക്ഷി കുടുംബത്തിലെ ഒരു വലിയ വിഷയമായി ഇവിടെ നിൽക്കുന്നുണ്ട്.
ഇതിൻ്റെയൊക്കെ പിന്നിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണ് എന്ന് ഇവിടുത്തെ നിങ്ങൾ അറിഞ്ഞും അറിയാതെയും ഇവിടെ സുനാമി ഉണ്ടാകാൻ പോകുന്നു. ഇതൊന്നും സഖാക്കൾ പുറത്തു പറയുന്നു, അവിടുന്ന് ശബ്ദം പോലും നമ്മളാരും കേൾക്കില്ല. ഇവിടെ തരംഗമുണ്ടോ എന്ന് ഇപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങളും സർവേ ടീമും സംശയിക്കുന്നതിൻ്റെ കാരണം അതാണ്. ഇവിടെ തരംഗമുണ്ട്, അത് അണ്ടർഗ്രൗണ്ട് തരംഗമാണ്, സുനാമിയാണ്. കാരണം ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഒരു സഖാവിൻ്റെ മുഖത്തുനിന്ന് പോലും ഒരാൾക്കും അവർ പാർട്ടിക്കെതിരെ വോട്ട് ചെയ്യുമെന്ന് വായിച്ചെടുക്കാൻ സാധിക്കില്ല. അത്രയും മൗനമായിട്ടുള്ള സുനാമി ഓപ്പറേഷനാണ് കണ്ണൂരിൽ നടന്നിട്ടുള്ളത്. ഈ ഇഷ്യൂസിന് പുറമെ ഇവിടെ പിണറായി വിഷയം, മരുമകൻ പ്രശ്നം, ഈ പറയുന്ന ജയരാജന്മാരുടെ വിഷയം, പി ശശിയുടെ ഈ ഇമ്പാക്റ്റ്, അതിനു പുറമെ ഏറ്റവും അവസാനമായിട്ട് ഗോവിന്ദ മാഷ് പാർട്ടി എടുത്ത നിലപാട് തളിപ്പറമ്പിൽ നിങ്ങൾക്കൊക്കെ അറിയുന്നതാണല്ലോ. ഇവിടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയിലൊന്നും ആവശ്യമായ പിന്തുണ പോലും കിട്ടാതെ ഗോവിന്ദൻ മാഷയുടെ താല്പര്യം സംരക്ഷിക്കുക എന്ന പിണറായിയുടെ കുടുംബാധിപത്യ രാഷ്ട്രീയം, അതിന് പിൻബലമേകാൻ നൽകിയ ആ സീറ്റ്, അതിവിടെ എത്രത്തോളം ഇവിടെ ചർച്ചയായിട്ടുണ്ട്. അതിൻ്റെ റിയാക്ഷൻ ഇതൊന്നും പുറത്തേക്ക് കാണില്ല. പിന്നെ അവസാനത്തെ റിയാക്ഷൻ ഇവിടെ നമ്മുടെ സ്പീക്കർ ഷംസീർ ഈ തെരഞ്ഞെടുപ്പിൽ വെട്ടി നിർത്തപ്പെട്ട വ്യക്തിയാണ്. അതിൻ്റെ ഒരു ഇഫക്റ്റ് ഇല്ലാതെ പോകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ടീച്ചറെ എന്തുകൊണ്ടാണ് ഈ പറയുന്ന സണ്ണിക്കെതിരെ കൊണ്ടുപോയി മത്സരിപ്പിക്കുന്നത്? ഒറ്റ കാരണമേ ഉള്ളൂ, ടീച്ചർ കേരളത്തിൽ മുഖ്യമന്ത്രിയെക്കാളും ജനപ്രീതിയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായി മാറി കൊറോണ കാലഘട്ടത്തിലെ അവരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിണറായിയേക്കാളും ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്ന ആർക്കാ? ടീച്ചർക്കാണ്. അപ്പം കേരളത്തിൽ ഒരാൾക്കും എന്നെക്കാളും ഭൂരിപക്ഷം കിട്ടാൻ പാടില്ല, ഒതുക്കി കളയണം. അതിനാ ടീച്ചറെ കൊണ്ടുപോയി ആ മലയോരത്ത് കൊണ്ടുപോയി ഒതുക്കി. ഇതിവിടെ ചർച്ചയെല്ലാം തോന്നുന്നുണ്ട് നമുക്ക്. ഇതിൻ്റെ എല്ലാം എഫക്റ്റ് കണ്ണൂർ ജില്ലയിലും തൊട്ടടുത്തുള്ള കാസർഗോഡ് ജില്ലയിലും ഉണ്ട്. ഇനിയിപ്പോൾ ധർമ്മടം എന്താ സംഭവിക്കാൻ പോകുന്നത്? ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലോ ഏതൊരു കവി പാടിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു റിസൾട്ടാണ് അവിടുന്ന് വരാൻ പോകുന്നത്. തോറ്റതിന് തുല്യമായ വിജയമേ പിണറായിക്ക് ഉണ്ടാവുള്ളൂ. ഇവിടെ ഞങ്ങളുടെ സർവേയിൽ 10,000 വോട്ടിന് താഴെ ധർമ്മടത്ത് പിണറായി 10,000 വോട്ടിന് താഴെ പോകുന്ന പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിണറായി തോറ്റാൽ പോലും നമ്മളാരും ഞെട്ടേണ്ടതില്ല എന്ന് ആ സർവേ നടത്തുമ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം ഈ പറയുന്ന ഇത്രയും ഇഫക്റ്റ് ഉണ്ട് ഇവിടെ. ഇത്രയും ഇഫക്റ്റ് ഇത് കേരളത്തിലെ ഒരു ജില്ലയിലും ഇല്ല. ആരാ വോട്ട് ചെയ്യുന്നത്? സഖാക്കളാണ് വോട്ട് ചെയ്യുന്നത്. എന്തിനാ വോട്ട് ചെയ്യുന്നത്? അവർക്ക് അവരുടെ പാർട്ടി ഉണ്ടാവണം, ആ സംവിധാനം നിലനിൽക്കണം ഇവിടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ പശ്ചാത്തലം, പിണറായി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പാർട്ടിയെയും ഒരു സംവിധാനത്തെയും ഇടതുപക്ഷ ചിന്തകരെയും ഇടതുപക്ഷ അനുഭാവികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും വരാനിരിക്കുന്ന സർക്കാർ പിണറായിയുടേതാകരുത് എന്ന ഒരൊറ്റ ഉദ്ദേശം കൊണ്ട് വോട്ട് ചെയ്യണം.